പ്രിയപ്പെട്ട മാതാവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഭക്ഷണം വാങ്ങി കഴിച്ചവരാ. എങ്കിലും പെങ്ങളെ, ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുത്താൽ ഉമ്മായിക്ക് നിന്റെ കൈകൊണ്ട് ഒരു നേരത്തല്ല ഒരുരുള ഭക്ഷണം നിന്റെ ഉമ്മയുടെ വായിലേക്ക് നീ വെച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലൂടെ നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാ. ഒരു ചെറുപ്പക്കാരൻ അതിനകത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ആരാ അല്ലാഹ്, ഈ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന ഭാഗ്യവാനാരാ? അപ്പോഴാണ് മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് മലക്കുകൾ പറയുമ്പോ റസൂലുള്ളാഹിക്ക് അത്ഭുതമായി, അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുന്നു, മലക്കുകളെ, എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയമുള്ളത്? എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്കറിയാ നബിയേ. ഏത് മലക്കിനോട് ചോദിച്ചാലും ഹാരിസത്ത് ഇബ്നു നുഅ്മാനിന്റെ പേര് പറയുമല്ലോ. കാരണം എന്തെന്നറിയോ? നാളെ അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹു ഭക്ഷണം കൊടുക്കുമല്ലോ. ആ ചെറുപ്പക്കാരനാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടു. ആയിഷ, അവൻ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കുമല്ലോ. ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്നത്? സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം. സ്വർഗത്തിൽ അല്ലാഹു ഭക്ഷണം കൊടുക്കും. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം എങ്ങനെയാ നബിയേ? കദാക്കൽ ബിർറു, മാതാപിതാക്കളെ സ്നേഹിച്ചതിന്റെ പേരിലോ, മാതാപിതാക്കളോട് ഗുണം ചെയ്തതിന്റെ പേരിലോ അല്ലാഹു കൊടുക്കുന്നതാണെന്ന് മുത്തുനബി പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാ. യാ റസൂലല്ലാഹ്, എനിക്കെന്റെ ഉമ്മാനെയും ഉപ്പാനെയും വല്ലാത്ത സ്നേഹമാ. എന്റെ ഉപ്പാനെയും ഉമ്മാനെയും എനിക്ക് വല്ലാത്ത സ്നേഹമാ. അതുകൊണ്ട് എനിക്കും കിട്ടുമല്ലോ. ഇല്ല ആയിഷ, ഇത് കിട്ടാനുള്ള കാരണം ആ ചെറുപ്പക്കാരന് 4 ഗുണങ്ങളുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഹാരിസ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു. സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കും. അതിന് കൊടുത്ത പ്രതിഫലം സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീടും അല്ലാഹു ആ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത, വാപ്പയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത നാളെ അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കൂല. ഉമ്മായ്ക്കും വാപ്പായ്ക്കും കൊടുക്കാൻ നീ പോയിട്ട് എത്ര കാലമായി? കെട്ടിയവൻ്റെ വീട്ടിൽ കിടക്കല്ലേ? നിനക്ക് ഭർത്താവും മക്കളും മാത്രം മതിയല്ലോ. നിന്നെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പോയല്ലോ ഉമ്മായും ഉപ്പായും. സമയമില്ലല്ലോ. നമുക്ക് റമദാൻ വരുന്നു, ആരാപ്പ പോവാ? ഇവിടെ ഉമ്മാൻ്റെ പ്രതിഫലം അറിയും. ഉമ്മ ആരെന്നറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമ്മായുമായിട്ട് വല്ലാത്ത ബന്ധമാ ജുറൈജിന്. ജുറൈജ് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, എപ്പോഴും വീട്ടിൽ നിൽക്കുന്നത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റണില്ല ഉമ്മ. എനിക്ക് നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടെങ്കിലും പോയി ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്തോട്ടെ. ഉമ്മ പറഞ്ഞു, പോ മോനെ,
ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒറ്റയ്ക്കൊരു വീട് കെട്ടി, ഒരു ചെറിയ തമ്പ് കെട്ടിയിട്ട് ജുറൈജ് തങ്ങൾ നിസ്കാരവാ, രാവും പകലും ഇബാദത്ത്, രാവിലെ നോമ്പ്, രാത്രി ഇബാദത്ത്, എപ്പോഴും ഇബാദത്ത്. അപ്പൊ ഉമ്മ ഇങ്ങനെ വിചാരിച്ചു, കുറേ ദിവസമായല്ലോ മോനെ ജുറൈജിനെ കണ്ടിട്ട്, ഒന്ന് കാണാൻ പോയി. ഉമ്മ വലിയ ആഗ്രഹത്തോടെ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ഉമ്മ വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് വിചാരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മാനോട് ചോദിക്കാം. എടോ, ഒരു കാര്യം മനസ്സിലാക്കുക, ഉമ്മാടെ വില അറിയണമെങ്കിൽ പഠിച്ചോ. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ കൈകെട്ടി സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിലകത്ത് വെച്ച് ഞാനിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ഈ കെട്ടിയിരിക്കുന്ന കൈ പിന്നെ അഴിക്കാൻ പാടില്ല. ഈ കെട്ടിയിരിക്കുന്ന കൈ എന്തു വന്നാലും അഴിക്കാൻ പാടില്ല. അങ്ങനെയാണല്ലോ നിയമം. ഞാൻ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞ് 3-ാമത്തെ റക്അത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ വീടിൻ്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജേന്ന്. എൻ്റെ ഉമ്മ ഉണ്ടല്ലോ, ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജേ എന്ന് വിളിച്ച ഈ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ടിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് ചോദിക്കണം എന്തേന്ന്, അല്ലാതെ നിസ്കരിക്കണമെന്നല്ല. ഉമ്മ വിളിച്ച അവിടെ കിടന്ന് വിളിക്കട്ടെ, ഞാൻ നിസ്കരിക്കാന്നല്ല. ഈ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെന്ത് വിചാരിച്ചു, നിസ്കരിച്ചിട്ട് വിളി കേൾക്കാന്ന്. ഉമ്മ കാത്തു നിന്നിട്ട് തിരിച്ചുപോയി. പിന്നെയും വന്നു, വിളിച്ചു, മോനെ ജുറൈജെ. അപ്പോഴും നിസ്കാരം, അവന്റെ ഒടുക്കത്തെ നിസ്കാരം. അപ്പോഴും നിസ്കാരം. ഉമ്മ വിളിച്ചു, മോനെ ജുറൈജെ. പരിഗണിക്കുന്നില്ല. ഉമ്മ പോയി. 3-ാമതും വന്നു, മോനെ ജുറൈജെ. അപ്പോഴും നിസ്കാരം. അപ്പൊ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. പെണ്ണുമ്പിള്ളയുടെ കൂടെ മണിയറയ്ക്കകത്ത് ഇരുന്നതല്ല, നീയൊക്കെ കേൾക്കണം കേട്ടോ. പെണ്ണുമ്പിള്ളയുടെ കൂടെ ഇരുന്നതല്ല. ഉമ്മ ജുറൈജിനെ വിളിച്ചു, മോനെ ജുറൈജെ. ജുറൈജ് വിളി കേൾക്കാതെ വന്നപ്പോ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചു. ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞു, അല്ലാഹുവേ ഇവനെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹുവേ ഇവനെ നാണം കെടുത്താതെ നീ മരിപ്പിക്കരുത്. ഒരൊറ്റ വാക്ക് ഉമ്മ അങ്ങ് പറഞ്ഞു. ജുറൈജ് ഇതൊന്നും പറഞ്ഞില്ല, ഉമ്മ പറഞ്ഞിട്ടങ്ങ് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുറൈജ് നാട്ടുകാരൊക്കെ ബഹുമാനിക്കും, ആദരിക്കും. ജുറൈജ് എപ്പോഴും നിസ്കാരവും നോമ്പുവാണ്. അപ്പൊ ഒരു പെണ്ണുണ്ട്, ജുറൈജിന് വലിയ ഇഷ്ടം ഈ പെണ്ണിന്. ഈ പെണ്ണ് എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും ജുറൈജിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം ചരിത്രം പറയുന്നു, ഈ പെണ്ണ് ജുറൈജിന്റെ റൂമിന്റെ അകത്ത് കയറി വരും, എന്നിട്ട് ഉടുതുണി ഉരിഞ്ഞു കാണിക്കും. ജുറൈജ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ജുറൈജിന്റെ വീടിനകത്ത് കയറി വന്നിട്ട് തുണി ഉരിഞ്ഞു കാണിക്കും. എന്നാലും ജുറൈജ് അനങ്ങൂല. പക്ഷെ ഈ പെണ്ണിങ്ങനെ വരുന്നതും പോകുന്നതും നാട്ടുകാർ കണ്ടു. ഈ പെണ്ണിങ്ങനെ വരുന്നതും പോകുന്നതും നാട്ടുകാർ കണ്ടു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആ പെണ്ണൊരു കൈക്കുഞ്ഞുമായി കടന്നു വരികയാണ്. ആ പെണ്ണൊരു ചെറിയ കുഞ്ഞുമായി കടന്നു വന്നു. എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, ഇതിന്റെ വാപ്പ ജുറൈജാ. നിങ്ങൾ കണ്ടില്ലേ ഞാനന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? പലരും പറഞ്ഞു, ഞങ്ങൾ കണ്ടു. അവസാനം പെണ്ണ് പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അല്ലാ, പറയേണ്ടതില്ലല്ലോ, പിന്നെ തല്ലലാണല്ലോ. വീടൊക്കെ അടിച്ചു പൊളിച്ചു. നീ കള്ളനാടാ, കള്ള ഉസ്താദാടാ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വതം തകർക്കുകയാണ്. ജുറൈജിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവനും കളിയാക്കുകയാ. എല്ലാവരുടെ മുന്നിലും നാണം കെട്ടല്ലോ. അവസാനം നാട്ടുകാർ മുഴുവനും വളഞ്ഞു. ജുറൈജിനെ തല്ലാൻ പോകുമ്പോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരവസരം തരുമോ? ഞാൻ തെളിയിക്കാം ഈ കുഞ്ഞിന്റെ വാപ്പയാരാണെന്ന്, ഈ കുഞ്ഞിന്റെ ഉപ്പയാരാണെന്ന് ഞാൻ തെളിയിക്കാം. അങ്ങനെ അനുവാദം കൊടുത്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. സലാം വീട്ടിയിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് ചോദിച്ചു, അല്ലാ നിനക്കറിയുമല്ലോ അല്ലാ, എല്ലാം നിനക്കറിയുമല്ലോ അല്ലാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ നാണം കെടുത്തുന്നത്? ഇവരെന്നെ ഇങ്ങനെ മോശക്കാരനാക്കുന്നത് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ പടച്ചവരെ? അപ്പോഴാണ് പറഞ്ഞു കൊടുത്തു, ജുറൈജേ
ഉമ്മാടെ ശാപമാ, ഉമ്മയുടെ ശാപമാ. പടച്ചവനെ ജുറൈജ് കരയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് തൗബ ചെയ്യുകയാ. അപ്പോഴാണ് പടച്ചവനെ ജുറൈജ് ചാടിയെഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ജുറൈജ് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊണ്ടുവരാറ്, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവാ. അതാ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. തള്ളവരുള്ള ആ കുഞ്ഞിന്റെ പൊക്കളിന്റെ മുകളിലേക്ക് ഈ വിരലെടുത്ത് ഇങ്ങനെ വെച്ചു. കുഞ്ഞിന്റെ പൊക്കളിന്റെ മുകളിൽ വെച്ചിട്ട് ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിന്റെ വാപ്പയാരാടാ, നിന്റെ വാപ്പയാരാ? ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുമ്പോ നാട്ടുകാര് ചോദിച്ചു, ജുറൈജേ നീ ഞങ്ങളെ കളിയാക്കുകയാണോ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുകയില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഞങ്ങളെ കളിയാക്കുന്നത്? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പിന്നെയും ചോദിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ നിന്റെ വാപ്പയാരാടാ? ഉറക്കെ വിളിച്ച് പറയടാ പോരേ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് വിളിച്ചു പറഞ്ഞു കൊടുത്തു, എന്റെ വാപ്പ ജുറൈജല്ല, ഇന്ന ആട്ടിടയനാണ് എന്റെ പിതാവെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പോലും പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ നാണം കെട്ടത്? നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവ് വന്ന് വിളിച്ചപ്പോ ഉമ്മാടെ വിളിക്കുത്തരം നൽകാത്തതിന്റെ പേരില് അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അതുകൊണ്ട് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന പെങ്ങളെ, റമളാൻ വരികയാ, ഉമ്മാനെ കാണണ്ടേ, ഉപ്പാനെ കാണണ്ടേ, പോയി പൊരുത്തം ചോദിക്കണ്ടേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ, അവരെ ഒന്ന് സ്നേഹിക്കണ്ടേ. അവര് നിന്റെ സ്വർഗവും നരകവുമാ, അവര് നിന്റെ സ്വർഗവും നരകവുമാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, മൂന്ന് പാപം ചെയ്ത മരണത്തിന് ശേഷമല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരണത്തിന് ശേഷമല്ലടാ, ഇവിടെ വെച്ച് കിടന്ന് നരകിക്കുമടോ, ഇവിടെ കടന്ന് നീ അനുഭവിക്കുമടോ, ഇവിടെ കടന്ന് നീ കണ്ണുനീര് കുടിക്കും പെങ്ങളെ. മരിക്കുന്നതിന് മുമ്പേ അല്ല നിനക്ക് ശിക്ഷ തരുന്ന, അല്ലാഹു ശിക്ഷ തരുന്ന മൂന്ന് പാപമുണ്ട്. അതിലെ ഒന്നാമത്തെ പാപവേദെന്നറിയോ? ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ച ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ ദുനിയാവിൽ കിടന്ന് നരകിക്കുമടാ, ഈ ദുനിയാവിൽ കിടന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരയുമടാ. അല്ലാഹു നിന്നെ ഇവിടെ ഇട്ട് തന്നെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, സ്വർഗ കവാടം തുറക്കണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ, ഇത് നിനക്കല്ല, ഇത് നിനക്കല്ല വാപ്പാ, പെങ്ങളെ നിനക്കല്ല പൊന്നുമോള്, നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവുണ്ടല്ലോ, നൊന്ത് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, പലരും ഖബറിനകത്തല്ലേ. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സദഖ കൊടുക്ക്, പടച്ചവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്ക്, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലാ
എന്റെ ഉപ്പാനെ അറുത്ത് മുറിക്കല്ലേ അല്ലാ, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ, അവരുടെ പൊരുത്തം തരണേ അല്ലാ, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം തരണേ അല്ലാ എന്ന നീയത്തോടെ ഒരു സദക്ക എടുത്തോ. ഇത് നിന്റെ വാപ്പയ്ക്ക്, ഇത് നിന്റെ മുമ്മയ്ക്ക്, കൈകട്ടിയിരിക്കുന്നവര്, കൊടുക്കാൻ മനസ്സില്ലാത്തവന് നാളെ നിന്റെ മക്കളും ഇത് തന്നെ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് നീ നിന്റെ കയ്യിലുള്ളത് നിന്റെ ഉപ്പായിക്കും ഉമ്മായിക്കും കൊടുത്താ നാളെ പള്ളിക്കുഴി കിടക്കുമ്പോ നിന്റെ മക്കളും കൊടുക്കും. ഇന്ന് കെട്ടിയിരുന്ന ഈ കൊടുത്തതേ നിനക്കും തിരിച്ചു കിട്ടൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത മൂന്നാമത്തെ വിഭാഗമാരാ, അള്ളാഹുവിന്റെ സ്വർഗം ഹറാമാക്കപ്പെട്ട മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? അദ്ദയ്യോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ പരിഗണിക്കാത്ത മനുഷ്യ, നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ല വെറുതെ വിടൂല. പടച്ചവനെ, അള്ളാഹു നിന്നെ വെറുതെ വിടൂല. പടച്ചവനെ, അതാ പ്രിയപ്പെട്ട മക്കള്, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നുണ്ട്, സീരിയല് കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, വൃത്തികേടുകൾ കാണുന്നുണ്ട്. ഇത് പാപമാണെന്ന് നിനക്കറിയാ. നീ പള്ളിയിൽ മഗ്‌രിബിന് വന്ന ഇശാ കഴിഞ്ഞേ പോകാറുള്ളൂ. ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ ഭാര്യ സീരിയല് കണ്ടുകൊണ്ടിരിക്കുകയാ. നീ അസറിന് വന്ന ഇശാ കഴിഞ്ഞിട്ടേ പള്ളിയിൽ പോകാത്തുള്ളൂ. അത്രയ്ക്ക് നല്ല മനുഷ്യനാ. പക്ഷെ നീ നിന്റെ വീട്ടിൽ പോകുമ്പോൾ നിന്റെ പെണ്ണും പിള്ളയും മക്കളും സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുക, ഉടുതുണി ഇരിഞ്ഞിട്ട് ആടുന്നത് കണ്ടുകൊണ്ടിരിക്കുക. നിനക്കറിയാൻ തെറ്റാണെന്ന്, നിനക്കറിയാൻ തെറ്റാണെന്ന്. പക്ഷെ നീ എന്ത് ചെയ്യും? തിരുത്തൂല്ല. കണ്ടോട്ടെ. നിന്നെ അള്ളാഹു വിടുവോ വാപ്പാ? നിന്നെ പടച്ച റബ്ബ് വിടുവോ? നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിഗിന റസൂലുള്ളാഹി. സിനിമ കാണുന്നത് ഹലാലാണോ? ആണോ? സീരിയൽ കാണുന്നത് ഹലാലാണോ? അല്ല. നിനക്കറിയാം ഹറാമാ. പക്ഷെ എന്താ കുഴപ്പമില്ല, പെണ്ണും പിള്ള തലമറയ്ക്കാതെ നടക്കുന്നു, നാട്ടുകാരെ നന്നാക്കാൻ നടക്കുക, ഓളിങ്ങനെ നടക്കണം, മിണ്ടുന്നില്ല. എടാ, നിന്റെ പൊന്നാര മക്കൾ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. അങ്ങനെയല്ലേ നിയമം? അങ്ങനാണോ നിയമം? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കുക. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഒരൊറ്റ ഉമ്മ ഉണ്ടെങ്കിൽ കൈവക്ക്. ബാക്കിയൊക്കെ ഇതാ ഗതി. സ്കൂളിൽ പോകാത്തതിന്റെ പേരിൽ തല്ലിയിട്ടുണ്ട്. മൊബൈൽ ചോദിച്ചിട്ട് തരാത്തതിന്റെ പേരിൽ തല്ലും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വർഗം നിനക്കൊരുക്കി വെച്ചിരിക്കുക അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ? എടോ, ഭാര്യ, നീ പറയുന്നത് അനുസരിക്കുന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാവൂ. നീ നട്ടല്ലുള്ളവൻ, നാളെ നിന്നെ ഒന്നും അല്ല വെറുതെ വിടത്തില്ല. ഞാൻ ഉള്ളത് കാര്യം പറയാം. എടാ, നീ പറയുന്നത് അനുസരിക്കണം നിന്റെ ഭാര്യ. ഈ വീട്ടിനകത്ത് TV പാടില്ല, ഹറാമാണ്, കാണാൻ പാടില്ല. പറ്റത്തില്ലേ? ബിസ്മില്ല, പൊക്കോ വീട്ടി, ബിസ്മില്ല. അവനാടാ ഭർത്താവ്, നട്ടല്ലുള്ള ഭർത്താവ്. അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എടാ, ഞാൻ കെട്ടിയ പെണ്ണിനോട് ഞാൻ പറയുന്നു, ഈ വീടിൻ്റെ അകത്ത് സീരിയൽ കാണാൻ പറ്റൂല, സിനിമ കാണാൻ പറ്റൂല. ഈ വീട്ടിൽ ജീവിക്കണോ 5 നേരം നിസ്കരിക്കണം. ഈ വീട്ടിൽ ജീവിക്കണോ മഗ്‌രിബ് കഴിഞ്ഞാൽ ഖുർആൻ ഓതണം. ഈ വീട്ടിൽ ജീവിക്കണോ ഫർദയും ഹിജാബ് വിടണം. പറ്റത്തില്ലേ? മഅസ്സലാമ, പോ നിന്റെ വീട്ടിൽ, കഴിഞ്ഞു പൊക്കോ. നീ അവക്ക് ചെലവിന് കൊടുക്കാൻ നീ പറയുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതെങ്ങനെന്നറിയോ? കുട്ടികൾ ഉമ്മാൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഉമ്മ അവിടെ വരെ പോകട്ടെ. വാപ്പാടുത്ത് ചോദിക്കാൻ, വാപ്പടെ പറയേണ്ട പൊക്കോളെ. ഉമ്മ തന്നെ പറഞ്ഞു കൊടുക്കുക, വാപ്പാൻ്റെ അടുത്ത് പറയേണ്ട പൊക്കോളെ. ഇപ്പോഴാ ബോധം വന്നേ, ഇല്ലടാ, പിരിക്കാനുള്ള പേപ്പർ വന്നു. ഇൻഷാ അല്ലാഹ്. എങ്ങനെ? എടാ, നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന, അവക്ക് സാരി വേണം, ഫർദ വേണം, ചോറ് വേണം, മീൻ വേണം, സ്വർണം വേണം, എല്ലാം വേണം. നീ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? എടാ, നീ പറയണം, ഈ വീട്ടിൽ നിസ്കരിക്കണം. ഈ വീട്ടിൽ നിസ്കരിക്കാതെ പറ്റൂല. പറ്റത്തില്ലേ? പോയരെ, തെറ്റില്ലല്ലോ. നീ പറയുന്നതനുസരിക്കണം. ദീനിന്റെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്.
വീട്ടിനകത്തിരിക്കുന്ന TV എന്നെറിഞ്ഞു പൊട്ടിക്കുന്നു, അന്നേ നിന്റെ വീട്ടിലൊക്കെ ബറക്കത്തുണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലാതെ തലകുത്തി കടന്നാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങൂല നിന്റെ വീട്ടിൽ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണോ, സന്തോഷം വേണോ? എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തൊക്കെ ചെയ്താലും കോടികൾ കൊടുത്ത് വീട് കെട്ടിയിട്ടിട്ടുണ്ട്, സമാധാനം ഉണ്ടോ നിന്റെ വീടിനകത്ത്? ഇല്ല. സുന്ദരിയായ ഭാര്യ നിന്റെ കൂടെ കിടക്കുന്നുണ്ട്, അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ നോക്കുക ഇങ്ങനെ വീട്ടിയിട്ടിട്ട്. സുന്ദരിയായ ഭാര്യ കൂടെ കിടക്കുമ്പോൾ കണ്ടവൻ്റെ മോളെ നോക്കുന്നു അങ്ങനെ അയൽവാസിയെ. 3-4 മക്കൾ വീടിൻ്റെ മുമ്പിൽ ഓടിച്ചാടി നടക്കുന്ന കണ്ടിട്ട് ഒരു ബർക്കത്തുമില്ല. മട്ടൻ മന്തി തിന്നിട്ടും വയറ് നിറയണില്ല. എന്തേ കാരണം? സമാധാനമില്ലടോ. ആ ശവപ്പെട്ടി നിന്റെ വീട്ടിൽ നിന്നെടുത്ത് കള. അവൻ അങ്ങനെ കളയുന്ന വാപ്പയ്ക്ക് നട്ടല്ലുള്ളത്, ആ വാപ്പയ്ക്ക് അല്ല സ്വർഗം കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നീ ഇപ്പം അതെങ്ങനെ നീയും പോയിരുന്ന് കാണുന്നില്ല? ഈനാം പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ പോയിരുന്നിട്ട് വറക്കത്തായിട്ട് നീയും കാണുക. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വാപ്പ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം? ഏതെങ്കിലും വാപ്പായ്ക്ക് തല്ലാൻ അധികാരമുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പ തല്ലാൻ പോയാൽ മക്കൾ പറയും, എൻ്റെ പൊന്നു വാപ്പ ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോകും, പിന്നെ തല്ലാൻ വാ. ആദ്യം വാപ്പ പള്ളിയിൽ പോയാലല്ലേ മക്കളത് കണ്ട് പഠിക്കത്തുള്ളൂ. ഈ ഉമ്മമാര് മഗ്രിബിന് TV-യുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് മക്കളോട് പറയും, യാസീനോത്, നിസ്കരിക്കുക, സലാത്ത് പറ. ഞാനിവിടെ പെറ്റി അടക്ക TV ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ നന്നാകും പെങ്ങളെ? ആദ്യം നീ നന്നാക്, ആദ്യം നീ നന്നാക്. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നാട്ടുകാരി വലിയവനാണെന്ന് പറയുന്നത് കാര്യമൊന്നുമില്ലടോ. സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് മഹാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ആര് പറയണം നീ മഹാനാണെന്ന്? നിന്റെ പെണ്ണുമ്പിള്ള പറയണം. പറയുവോ? പറയുവോ? നീ നല്ലവനാണെന്ന് നിന്റെ കൂടെ കിടക്കുന്നവള് പറയാ. നാട്ടുകാർ പറയുന്ന പോട്ടെ, നിന്റെ കൂടെ നീ കൊടുക്കുന്ന, ചെലവിന് കൊടുക്കുന്ന, നിന്റെ കോരത്ത് കിടക്കുന്ന നിന്റെ ഭാര്യ പറയുവോ നീ നല്ലവനാണെന്ന്? പറഞ്ഞ നീ നല്ലവനാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയത്തില്ല എന്ന് നിനക്ക് തന്നെ നല്ലതുപോലെ അറിയാം. മക്കള് പറയണം എൻ്റെ വാപ്പ നല്ലവനാണെന്ന്. മക്കള് പറയണം, ഭാര്യ പറയണം. ഏത് പാതിരാത്രി വന്ന് കിടന്നാലും എൻ്റെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും. അഭിമാനത്തോടെ പറയണം. മക്കള് പറയണം, എനിക്കൊന്നും വരൂല്ലടാ, കാരണം എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും ദുആ എനിക്കുണ്ട്, എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ദുആ എനിക്കുണ്ട്. ആദ്യം നീ നിന്റെ മക്കൾക്ക് മാതൃകയാക്, നീ നിന്റെ ഭാര്യക്ക് മാതൃകയാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കബറടക്കിയിട്ട് വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് എങ്ങനായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു. അങ്ങനെ പറയണം, നിന്നെക്കുറിച്ച് നല്ലത് പറയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത 3-ാമത്തെ വിഭാഗം തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തുന്നില്ലേ? ഉപ്പാ, നീ സുബഹി നിസ്കരിക്കാ പള്ളിയിൽ പോകുന്നവനാ, നിന്റെ ചാലത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്ത് ബാബാ. നിന്റെ ഭാര്യയല്ലേ അവള്? പെണ്ണെ, നീ പള്ളിയിൽ പോകണണ്ട. ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ എഴുന്നേക്ക്. അസ്സലാത്തു ഖൈറും മിനന്നൗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നാളെ രാവിലെ നീ എഴുന്നേക്ക്. നിന്റെ ഭാര്യയെ വിളിച്ചുണർത്ത്, നിന്റെ മക്കളെ വിളിച്ചുണർത്ത്, എന്നിട്ട് നീ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ഒളുവെടുപ്പിക്ക്. ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് ഞാൻ പറയുന്നു, നാളെ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ നീ എഴുന്നേക്കണം. നിന്റെ ഭാര്യയെ വിളിച്ചുണർത്തണം, നിന്റെ മക്കളെ വിളിച്ചുണർത്തണം. പോയി ഒതുവിട്, എല്ലാത്തിനെയും വിളിച്ചു കൊണ്ടുപോയി ഒതുവെടുപ്പിക്ക്. ആ ഭാര്യയോട് പറയണം, പായെടുത്ത് വിരിക്ക്, മുസല്ലയെടുത്ത് വിരിക്ക്. എന്നിട്ട് നിന്റെ വീടിനകത്ത് നീ ഇമാമത്ത് നിൽക്ക്. നിന്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് നിന്ന് ഒരു ഭക്തമെങ്കിലും നിസ്കരിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാലോ. നീ ഒരു വട്ടമെങ്കിലും നീ നിന്റെ ഭാര്യയ്ക്ക് ഇമാമത്ത് നിൽക്കടോ. ലിൽ മുത്തഖീന ഇമാമ. നിന്റെ ഭാര്യയ്ക്ക് ഇമാമ് നിൽക്ക്, നിന്റെ മക്കൾക്ക് ഇമാമത്ത് നിൽക്ക്. ഒരു ദിവസമെങ്കിലും ഇമാമത്ത് നിന്ന് നിസ്കരിക്കടോ. അങ്ങനെ വേണം ഭർത്താവ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ കുറേ പണവും വാരിക്കൊടുത്ത്, മൊബൈലും വാങ്ങിക്കൊടുത്ത്, സൈക്കിളും വാങ്ങിക്കൊടുത്ത്, ഫോണും വാങ്ങിക്കൊടുത്ത്, തിന്നാനും വാങ്ങിക്കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലടോ. ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മക്കളെ നല്ല പോലെ വളർത്ത്, ഭാര്യയെ നല്ല പോലെ വളർത്ത്. ഇല്ലെങ്കിൽ ഈ മക്കൾ തന്നെ അള്ളാഹുടെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തും. അള്ളാഹ് എനിക്ക് തരുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ എൻ്റെ ഉപ്പായ്ക്ക് കൊടു. നിന്റെ മക്കൾ തന്നെ പറയും,
അള്ളാഹുവെ എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പാനെ എറിയണം നരകത്തിൽ. കാരണം ഇവനാ എന്നെ പഴപ്പിച്ചത്. ഞാൻ തെറ്റ് ചെയ്തപ്പോ ആ തെറ്റ് തിരുത്താത്തത് എൻ്റെ ഉപ്പയായിരുന്നു അല്ലാഹ്. അല്ലേ? ഇന്ന് പറവകളെ പോലെ മുടി വളർത്തിയിട്ട് നടക്ക. ഇങ്ങനെ പറവകളെ പോലെ നിന്റെ മക്കളുടെ മുടി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ചുരുട്ടി വെച്ചുകൊണ്ട് നടക്കണം. മുടി കെട്ടിയിട്ട് പെണ്ണും ആണുവാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്താ തിരുത്താത്തെ? നിനക്കറിയത്തില്ലേ? എടാ, പടിപടിയായി മുടി വെട്ടുന്നവനെ മലക്കുകൾ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ നിന്റെ വീടിനകത്ത് റഹ്മത്തിറങ്ങും? എങ്ങനെ ഇറങ്ങും പാപ്പ? നിന്റെ മക്കളുടെ മുടി കണ്ടിട്ടുണ്ടോ? നീ എന്ത് പറയും? ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്. നീ എന്നും അവൻ്റെ വാപ്പയാന്ന് പറയരുത്, നാണക്കേടാ. എടാ, 12ഉം 15ഉം വയസ്സുള്ള മകന്റെ മുടി വെട്ടാൻ പറ്റിക്കാത്തവനാ ഇനി വാപ്പ എന്ന് പറഞ്ഞ് നടക്കണത്. സ്വന്തം മക്കളുടെ മുടി കണ്ട കീറിയ പാൻറ്. നിന്റെ മോന്റെ ദാരിദ്ര്യം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ടിപ് ടോപ്പിൽ ആരെങ്കിലും തെണ്ടാൻ വരുവോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പിരിക്കാൻ വരുന്നവൻ ഉടുപ്പ് കീറിയിട്ടാ വരുന്നേ, വസ്ത്രം കീറിയിടും. കാരണം ഫക്കീർ. നിന്റെ മോനും അങ്ങനെയല്ലേ നടക്കണ, കീറിക്കൊണ്ട്. അള്ളാഹു നിങ്ങളുടെയൊക്കെ ദാരിദ്ര്യം മാറ്റി തരുമാറാകട്ടെ. എന്നിട്ട് നടക്കുക, പടച്ചവനെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിസ്കാര തഴമ്പും പള്ളിക്കമ്മിറ്റിക്കാരനുമായിട്ട് നടക്കുക. വിടുവല്ല നിന്നെയൊക്കെ. അല്ല വെറുതെ വിടുവെന്ന് തോന്നിയോ? വലിച്ചു കീറും റബ്ബ്. അള്ളാഹു കാക്കുമാറാകട്ടെ. വിടൂല്ല മനുഷ്യ, അള്ളാഹു വിടൂല്ല. നിന്റെ ബാധ്യതയാ, നിന്റെ ഉത്തരവാദിത്തമാ. അല്ല ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, ഇത് അല്ല അമാനത്തായി ഏൽപ്പിച്ചിരിക്കുന്നതാ. അവരെ നേരെ ചൊവ്വ നീ വളർത്തിയില്ലെങ്കിൽ നീ ചെയ്തത് മാത്രം പോരാ, അതിൻ്റെയും കൂടെ നീയൊക്കെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നന്നാകാദ്യം. ആദ്യം ഞാൻ നന്നാകട്ടെ, എൻ്റെ ഭാര്യ നന്നാക്കട്ടെ, എൻ്റെ മക്കളെ നന്നാക്കട്ടെ. നമ്മൾ നന്നായാൽ അവരൊക്കെ നന്നാകും. നമ്മുടെ വീട് സ്വർഗമാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയോ? സിനിമ കണ്ടിട്ട് നടക്കുന്നവരുണ്ട്, സീരിയൽ കണ്ടിട്ട് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കും. ഏതെങ്കിലും നോവല് വായിച്ചിട്ട് അതുപോലെ. എടോ, ഖുർആൻ പറയുന്നുണ്ടോ വീട് എങ്ങനെയാകണമെന്ന്? ഒരു വീട് എങ്ങനെയാകണം? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വീട് പോലെ നമ്മുടെ വീടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യ നന്നാകണം, നമ്മുടെ മക്കൾ നന്നാകണം, നമ്മൾ നന്നാകണം. നമ്മുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബസമേതം നന്നാകണം. നന്നായി സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വഴി പറഞ്ഞുതരട്ടെ, നന്നാകാനുള്ള വഴി പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ചിലരുടെ ഒന്നും നാവ് അനങ്ങുന്നില്ല, ചിലർ മസിൽ പിടിച്ചിരിക്കുകയാ. എന്തിനെന്നറിയോ? ഓ ചുമ്മാതെ അല്ലേ. എടോ, എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ പെട്ടെന്ന് മരിച്ചു പോകുന്നടോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒരാളുടെ മരണം അടുക്കുമ്പോൾ 40 ദിവസം മുമ്പേ അറിയാൻ പറ്റൂന്ന. ഒരാളുടെ മരണം അടുത്തെങ്കിൽ 40 ദിവസം മുമ്പ് തന്നെ അറിയാം അവൻ്റെ മരണം അടുത്തു എന്ന്. നമ്മൾ നടക്കുക, പെട്ടെന്ന് മരിച്ചു, പെട്ടെന്ന് മരിച്ചു. ആരാ പെട്ടെന്ന് മരിച്ചേ? ആരാ പെട്ടെന്ന് മരിച്ചേ? അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളം കേൾക്കണോ? മരണത്തിൻ്റെ അടയാളം അറിയണമെങ്കിൽ ആർക്കെങ്കിലും? എടാ, നീ വല്ലവൻ്റെ മയ്യത്തും കുളിപ്പിച്ച് പൊതിഞ്ഞ് കബറടക്കി നിനക്ക് പോകാൻ സമയമായോന്ന് അറിയണ്ടേ? ഈ സ്റ്റേജിലിരിക്കുന്നവർക്കൊക്കെ മരിക്കാൻ സമയമായോ ഇല്ലയോ എന്ന് ഞാൻ അടയാളം പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ മരണം അടുത്തു, അള്ളാഹു എനിക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആമീൻ പറ. എൻ്റെ മരണം അടുത്തു എന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് വലിയ രോഗങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് അടയാളം വന്നു കഴിഞ്ഞു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങൾക്കറിയണോ? കസേര എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ കയറി ബാ, ഇങ്ങോട്ട് അടുത്തിരി, ഇങ്ങോട്ട് അടുത്ത് വാ, എൻ്റെ അടുത്ത് വാ, മുഖം കാണട്ടെ. ഇനി വരുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ വാ. ഈ ചങ്ങാതി എന്ത് പേപ്പറുമായിട്ട് നടക്കണേ? പെട്ടെന്ന് വാ. താത്താമാരൊക്കെ അടയാളം കേട്ടോ? താത്തമാരൊക്കെ കേട്ടോ? വല്ലവരുടെ മയ്യത്തും കണ്ട് ചിരിച്ചുകൊണ്ട് നടക്കുക, സീരിയലും കണ്ടിട്ട്. നിനക്ക് പോകാൻ സമയമായോ എന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ, ഇങ്ങോട്ട് വാടാ ചങ്ങാതിമാരെ, പള്ളിക്കുഴി പോകാൻ. നാളെ നൗഷാദ് ബാക്കബി വഴുതു പറയുമ്പോൾ നീ കുഴിക്കാത്ത കബറും കാട്ടിൽ. പെട്ടെന്ന് വാ, വാ. ചെറുപ്പക്കാരൊക്കെ വാ, അവിടെ നിൽക്കണ സംഘാടകരൊക്കെ ഇങ്ങ് വാ. വാഴതൊക്കെ പിന്നെ കേൾക്കാം. വാ, അടയാളം കേക്ക്. നിങ്ങളവിടെ നിന്ന് കേട്ടോ, നിൽക്കണോ പോണോ എന്ന് ഇപ്പം തീരുമാനിക്കണം. ആ പുറത്ത് നിൽക്കണ കാക്കാമാര് കേട്ടോ, ഈ അടയാളം ഉണ്ടെങ്കിൽ നീ നിൽക്കണോ വേണ്ടെന്ന് നീ തീരുമാനിക്ക്. ഇന്നും കൂടെ നിനക്ക് അവസരമുള്ളൂ. വേണമെങ്കിൽ വന്നിരുന്നോ, ഇല്ലെങ്കിൽ പൊക്കോ. വീട്ടിൽ പോയി ഭാര്യ മക്കളുടെ ഒക്കെ പോയി യാത്ര പറ. കടവൊക്കെ വീട്ട് പൊരുത്തമൊക്കെ ചോദിക്ക്, പൊക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഓടി മുണ്ടൊക്കെ താഴ്ത്തിയിട്ടിട്ട് വാ കാക്ക, നിന്റെ അടയാളം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ നിൽക്കണല്ല പെണ്ണുങ്ങളൊക്കെ കേട്ടല്ലോ, സഹോദരിമാരെല്ലാവരും കേട്ടോ. ഈ പറയുന്ന അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഖബറിൽ പോകാൻ സമയമായി. കഫൻ തുണി വാങ്ങിച്ചൊരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, നല്ല മരണം തരുമാറാകട്ടെ. അറ്റാക്കൊന്നും വരുത്തില്ലല്ലോ. പേടിയൊന്നും, അവനെ പിടി, ഓനെ പിടിച്ചോ. ഇപ്പോഴേ പിടിച്ചേരെ, എത്തിരി കഴിഞ്ഞാൽ പറ്റൂല. മൈക്കസിറ്റുകാരാ, ഓനെ പിടിച്ചിരുത്ത്, അവനിരു. അവിടെ എന്തുവാ പെണ്ണുങ്ങളൊക്കെ പിരിക്കാൻ നിൽക്കണ താത്താമാരെ, നീ ആദ്യം നിന്റെ കുഴിയിൽ പോണ കാര്യം നോക്ക്, പിന്നെ പിരിക്കാം. കയറി ഇരി താത്ത, വയത് കേക്ക്. ആദ്യം നിന്റെ മരണത്തിന്റെ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നാളെ നീ പിരിക്കാനില്ല. ഇരുന്ന് കേട്ടോ ഇൻഷാ അല്ലാഹ്. കഫൻ തുണി വാങ്ങോ? ഇവിടെ അങ്ങനെ കബർ കുഴിച്ചിടുവോ നേരത്തെ? ഓ പടച്ചവനെ, വലിയ പാടായില്ലേ. ഇപ്പം നാളെ കുഴിക്കേണ്ട വരും കുറേ. വേണമെങ്കിൽ പോയി കുഴിച്ചിട്ടോട്ടോ. ഈ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള കഫൻ തുണി വാങ്ങിച്ചോണം കേട്ടോ. നല്ല അളവൊക്കെ അനുസരിച്ച് വേടി, പറ്റുമെങ്കിൽ നീ തന്നെ കുഴിച്ചിടണം ഒരെണ്ണം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പുറത്തേക്കണ കാക്കാമാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. ഈ പുറത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? എവിടെ പോകണമെന്നാ? കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ട് കയറുന്നില്ല, പിന്നെ ഇനി അവിടെ പോണേ. കണ്ണിൻ്റെ മുന്നിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കാൻ വയ്യ. അള്ളാഹു ആലം, അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നോക്കട്ടോ സഹോദര, എടോ നിങ്ങളുടെ ആരുടെയെങ്കിലും മുടി നരച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇരിക്കണ നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലെയോ തലയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബയാദു ഷഅരിക ബഅദ സവാദി. ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങോട്ട് നോക്കുന്നില്ല, പുറകോട്ട് നോക്കാൻ വയ്യ എനിക്ക്, അത് ഞാൻ പറഞ്ഞത്. അത്തീവ് ഉസ്താദൊക്കെ മൈലാഞ്ചി ഇട്ടിരിക്കുക, തീരുമാനമായി. എടാ മൈലാഞ്ചി ഇട്ടാലും എന്നാ പിഴുത് ഇവിടെ ഒരെണ്ണം, മുടി വെട്ടുന്ന കടയിൽ പോയിട്ട് ഇത് വെട്ട് അത് വെട്ട്, എന്തൊക്കെ വെട്ടിയാലും പിന്നെ ചിലത് വടിച്ചിട്ട് നടക്കാം, ചിലത് ക്ലീൻ ഷേവ്, 40 കഴിഞ്ഞു 50 കഴിഞ്ഞു, കിളവനായിട്ടും വടിച്ചുകൊണ്ട് നടക്കാം. ഒരൊറ്റ രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ, നിന്റെ സമയം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എനിക്ക് പോകാനുള്ള വണ്ടി വന്നു, എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു, എയർപോർട്ടിൽ പോകാൻ സമയമായി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? വല്ലാഹി സത്യം, ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജോലിക്ക് നിർത്തിയ ഒരാളെ എന്തിനെന്നറിയോ? മരിക്കൂന്ന് പറയാൻ വേണ്ടി മാത്രം, മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ കൂടെ നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചുവിട്ടിരിക്കണം, പൊക്കോളെ. അപ്പം ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, താടിയിലെ ഒരു രോമം നരച്ചു, അത് പറഞ്ഞു തരും. ഞാൻ മരിക്കാൻ, എനിക്ക് മരണം അടുത്തു എന്ന് എൻ്റെ താടിയിലെ ഒരു രോമം പറഞ്ഞു തരും. ഇനി എനിക്ക് ഓർമ്മപ്പെടുത്താൻ എന്തിനാള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ 17 or 19 മുടിയെ ആകെ നരച്ചിരുന്നത്, ആകെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിൻ്റെതോ? നീ നോക്കേണ്ടത് കറുത്തതുണ്ടോന്നാ, മൊത്തവും വെളുത്തു. എന്നാലും അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? നന്നാകണമെന്ന് വല്ല ചിന്തയുണ്ടോ? 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും വല്ല പൊക്ക്, എന്താ ഇപ്പോൾ പൊക്ക ഒരു പടി? 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഖുറാനിൽ ആയത്ത് ഓതിക്കോ, നിനക്ക് സമയം അടുത്ത് കഴിഞ്ഞു. ഞാനെവിടോ വഴുതിന് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ആ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു. ഞാൻ ചോദിച്ചു, എത്ര വയസ്സ്? 55 വയസ്സ്. 55 വയസ്സുള്ള കിളവനെ ചെറുപ്പക്കാരെന്ന് വിളിച്ചാൽ പിന്നെ ബാക്കിയുള്ളവൻ്റെ കഥ പറയണോ? പ്രായമുള്ള മനുഷ്യന്മാർ ചിരി, ഇപ്പം ചിരിക്കാൻ എല്ലാത്തിനെ കൊണ്ടും പറ്റും, മരിച്ചു കിടക്കുമ്പോൾ ചിരിക്കണം പെണ്ണെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് വേണം.
അള്ളാഹു തന്ന ആയുസ് ഇങ്ങനെ വഴക്കൂടിയും ബഹളം വെച്ചും രാഷ്ട്രീയക്കാരന് കൊടുത്ത് സംഘടനകൾക്ക് കൊടുത്ത് കളയാനുള്ളതല്ല സഹോദര. അള്ളാഹു തന്നിരിക്കുന്ന ആയുസ് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യടോ. എപ്പോഴാ മരണം വരുന്നറിയില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും പറ്റിയില്ലല്ലോടാ മോനെ, കുഴപ്പമില്ല, നീ രക്ഷപ്പെട്ടു കേട്ടോ. എന്തോ ഒരു ഷെറുണ്ടായിരുന്നത് പോയി കിട്ടി. ഓൻ എന്തുണ്ടായിരുന്നത് പോയി കിട്ടി. അള്ളാഹു അവനെ ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സന്താനത്തിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴെങ്ങനെ വരണമെന്ന് അറിയില്ലടോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്. ഇന്നലെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് 1.5 വയസ്സുള്ള ഒരു കുട്ടി. ഇന്നലെ ആ കുട്ടിക്ക് കിഡ്നിയുടെ 1 മാസമായിട്ട് ആ കുട്ടിക്ക് പനി മാറാതെ വന്നപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ കിഡ്നിയുടെ മുകളിൽ. 1.5 വയസ്സേ ഉള്ളൂ. ഇന്നലെ ആ കുട്ടിയുടെ റിസൾട്ട് വന്നു. ഞാനും പോയിരുന്നു മംഗലാപുരത്ത് വാങ്ങാൻ. ആ ഡോക്ടർ വരച്ച് കാണിച്ച പേപ്പർ എടുത്ത് ഞാൻ നോക്കി. സുബ്ഹാനല്ലാഹ്, 1.5 വയസ്സേ ഉള്ളൂ. കരയുകയാ കിടന്നിട്ട്. 1.5 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ രോഗം. നിങ്ങളൊന്ന് ചിന്തിക്കടോ, എന്ത് തെറ്റിയതാ കുട്ടി. നമ്മൾ ആലോചിക്കണം. നമ്മളിങ്ങനെ നെളിഞ്ഞടക്ക എത്രയോ പേരെ കാണുന്നു, എത്രയോ രോഗികളെ കാണുന്നു, നമുക്ക് നന്നാകാൻ തോന്നുന്നില്ല. ഇവിടെ റമദാൻ അടുത്തടോ. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ റമദാൻ വരികയാ. ആരാ ഒരുങ്ങിയത്? റജബുൻ ഷഹൂറുല്ലാ വശഅബാനു ഷഹരി. 2 മാസം മുമ്പ് പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ. റമദാനിന് വേണ്ടി ഒരുങ്ങാൻ 2 മാസം മുമ്പേ ഒരുങ്ങാൻ പറഞ്ഞു. 2 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. ആരാടാ ഒരുങ്ങിയേ? ആരാ തൗബ ചെയ്തേ? ആരാ ഒന്ന് നേരെയായേ? താത്ത, റമദാനിനെ സ്വീകരിക്കാൻ നീ എന്ത് തയ്യാറെടുപ്പ് നടത്തി? നിന്റെ ഉമ്മ റജബ് മാസമാകുമ്പോഴേ ഒരുങ്ങുമായിരുന്നു. റജബ് മാസമാകുമ്പോഴേ നിന്റെ ഉമ്മ ഒരുങ്ങുമായിരുന്നു. നീ എന്തൊരുക്കമാ നടത്തിയത്? എന്ത് തയ്യാറെടുപ്പാ നടത്തിയത്? ഞാനും നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവര് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. റമദാൻ വരട്ടെ, നോമ്പ് പിടിക്കാം. നീ ജീവിച്ചിരുന്നാലല്ലേ മനുഷ്യ പിടിക്കുക. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ നീ നോമ്പ് പിടിക്കുക. എന്ത് ചിന്തിക്കാത്തത്? ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. ഈ കയ്യിലെണ്ണാവുന്ന മണിക്കൂറുകൾ നിന്റെ മുന്നിലുണ്ട്. നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കൊള്ളണം. അള്ളാഹു ഒരു അവസരം തരികയാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നന്നാകണമെങ്കിൽ ഇത് നിന്റെ ജീവിതത്തിലെ ലാസ്റ്റ് ദിവസം. ഇത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരുന്ന അവസാനത്തെ ദിവസം. നന്നാകണമെങ്കിൽ ഇന്നിവിടെ ഇരുന്ന് നന്നായിക്കൊള്ളണം. ഇനി ഇവിടെ ഇരുന്നിട്ട് നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ അവസാന വാക്ക് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് നന്നാകാൻ തോന്നുന്നില്ലെങ്കിൽ നീ മരിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞിട്ടാ മരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഖുർആൻ പറയുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടോ എന്ന് മനസ്സിലാകുന്നത്, ഒരു മനുഷ്യൻ വിജയിച്ചോ എന്ന് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ആ മനുഷ്യൻ്റെ ഖബറിൻ്റെ ചാരത്ത് മക്കൾ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അവൻ രക്ഷപ്പെട്ടു എന്ന്. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. പെണ്ണുങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്. മനസ്സിലാക്കേണ്ടത്, നീ മരിച്ചാൽ കുളിപ്പിക്കാൻ നാട്ടുകാർ വേണമെന്നാ ഈ പറഞ്ഞതിനർത്ഥം. നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരണം. വീട്ടിലുള്ളതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. 3-4 എണ്ണത്തിനെ പറ്റി വീട്ടിയിട്ടുണ്ടല്ലോ. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് വെയിലത്ത് പോയി കിടന്ന് അധ്വാനിച്ചു, മക്കൾക്ക് ചോറും പറയും കൊടുത്ത് വളർത്തുന്നു, ചോദിക്കുന്നതെല്ലാം കൊടുത്തു വളർത്തുന്നു. പക്ഷെ നീ മരിച്ചാൽ കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം. ഇതാ നിന്റെ ഗതികേട്. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മക്കൾക്ക് അറിയത്തില്ല. അതാണ് അതിൻ്റെ സത്യം. മയ്യത്ത് നിസ്കാരം കണ്ടിട്ടുണ്ടോ? അത് പിന്നെ പറയണ്ട, പള്ളിയിലെ ഖത്തീബിൻ്റെ ജോലിയാണല്ലോ. ഏറ്റവും സങ്കടം എന്തെന്നറിയോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പൈസ മതി നമ്മുടെ മക്കൾക്ക്. നമ്മുടെ ഭാര്യക്കാണെങ്കിൽ ഇതൊക്കെ മതി. അവൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്താൽ നല്ല വാപ്പ, നല്ല ഭർത്താവ്. ഇല്ലെങ്കിലോ പോയി മരിച്ച് 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുവെക്കും. എല്ലാവരും മയ്യത്ത് നിസ്കരിക്കാൻ കയറി കഴിയുമ്പോൾ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ചോദിക്കും, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും 5 നയ്യാ പൈസ തരാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടുക. എന്താ ഉസ്താദിൻ്റെ വാപ്പായ കിടക്കണത്? ഇവിടെ ആരാപ്പ പറയുക? ഇവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ? വല്ലവന്റെ മാപ്പാടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് അവൻ പറയത്തില്ല. സത്യത്തിൽ ആരാ പറയേണ്ടത്? എൻ്റെ വാപ്പാടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ പറയണം, എഴുന്നേറ്റ് നിന്ന് ഈ കിടക്കുന്നത് എൻ്റെ വാപ്പ, ആർക്കെങ്കിലും 5 നയ്യാ പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്. പറയാൻ പേടി, ആരെങ്കിലും വന്നാൽ കൊടുക്കണ്ടേ? അത് പള്ളിയിലെ ഖത്തീബിനെ ഏൽപ്പിക്കും.
ചോദിച്ചു വന്നാൽ പറയും അങ്ങാരോട് പോയി ചോദിക്കാൻ. ഇതാ നമ്മുടെ ഗതികേട്. മരിച്ച കടം പോലും വിട്ടൂല, പിന്നല്ലേ സദക്ക കൊടുക്കണത്, പിന്നല്ലേ സദക്ക കൊടുക്കാം. മരിച്ച കടം വിട്ടൂല. പെങ്ങളെ, നീ മരിച്ച നിന്റെ ഖബറിന്റെ ചാരത്ത് വരുമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ മോൻ? ഒരു യാസീനെങ്കിലും. അവിടെ ഉമ്മാടെ ഖബർ അവിടെ, അത് പള്ളിപ്പറമ്പിൽ, അത്ര തന്നെ. ഉമ്മാടെ ഖബർ അവിടെ, അത് പള്ളിപ്പറമ്പിൽ. അല്ലാതെ ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുക്കാൻ അവന് വയ്യ. സമയമില്ലല്ലോ ആർക്കും. പണം ഉണ്ടാക്കിയ പോരെ. 40 കഴിഞ്ഞ് പോയി. ആണ്ടൊക്കെ ആരാപ്പ നടത്താം? ഒരു ഫാത്തിഹെങ്കിലും ഓതിയാലല്ലേ. ആണ്ടൊന്നും ഇല്ലെന്നല്ലേ ഇപ്പൊ പറയണേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാണ് മനുഷ്യന്മാരെ. ഞാനും 3 കുട്ടികളുടെ വാപ്പയാണ്. ഞാനും പറയുന്നു, നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാണ്. എപ്പോഴും നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കണം. അല്ലെങ്കിൽ ഖബറും കാട്ടി കിടന്ന് തെണ്ടേണ്ടി വരും. പലരും ഖബറിൻ്റെ അകത്ത് കിടന്ന് യാചിക്കുകയെ, അള്ളാഹു ആരെങ്കിലും ദുആ ചെയ്യണേ അല്ല. ഭാര്യയ്ക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, മക്കൾക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കുടുംബക്കാർക്കും വേണ്ട. ഈ ലോകത്താരെങ്കിലും എനിക്ക് ദുആ ചെയ്യണേ എന്ന് ഖബറിനകത്ത് കിടന്ന് ഖബറാളി യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നുമകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തത് ഏറ്റവും പാവപ്പെട്ടവനായ, മഹർ കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു അലിയാരി തങ്ങൾക്ക്. ഒരു വലീമ നടത്താൻ പോലും ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനായ അലിയാരി തങ്ങൾക്കാണ് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വളരെ ദാരിദ്ര്യത്തിൽ, വളരെ പ്രയാസത്തിൽ അലിയാരി തങ്ങളുടെ കൂടെ ജീവിച്ചു. പെങ്ങളെ, ഇന്ന് നിൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണം കിടക്കുന്നുണ്ട്. പലരുടെയും കയ്യിൽ സ്വർണം കിടക്കുന്നത് കാണുമ്പോൾ ഫാത്തിമ ബീവിക്ക് വലിയ ആഗ്രഹമായിരുന്നു, എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. എനിക്കെൻ്റെ ഭർത്താവിന് വാങ്ങിത്തരാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പൈസയില്ല, പാവപ്പെട്ടവനാ ഭർത്താവ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു വള കൊണ്ടുവന്ന്, സ്വർണ്ണവള ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടൊരു സ്വർണ്ണവളയുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നു. ഫാത്തിമ ബീവിയുടെ കയ്യിലിട്ട് കൊടുത്തു. ഭയങ്കര സന്തോഷം. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷം. കെട്ടിപ്പിടിച്ചു മുത്തം കൊടുക്കുന്നു. സ്വർണ്ണവള ഇങ്ങനെ നോക്കുകയാ. ഫാത്തിമ ബീവി ആ സ്വർണ്ണവള കിട്ടിയ സന്തോഷത്തിൽ വല്ലാതെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതാ തൻ്റെ വാപ്പ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുന്നു. ഫാത്തിമ ബീവി സ്വർണ്ണവള കാണിക്കണം വാപ്പാനെ. എൻ്റെ ഭർത്താവ് വാങ്ങിത്തന്നതാണെന്ന് പറയണ്ട. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന വാപ്പയെ കാണിക്കാൻ വേണ്ടി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് കൈ ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്നുണ്ട് വാപ്പ കാണാൻ. കാരണം ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തതല്ലേ, ഉപ്പായ്ക്ക് സന്തോഷമാകാൻ. വള ഇങ്ങനെ പൊക്കി പൊക്കി ഫാത്തിമ ബീബി കാണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിൻ്റെ മുന്നിൽ വന്നു. ആ വള കണ്ടപ്പോൾ തിരിച്ചുപോയി. ആ വള കണ്ടപ്പോൾ മുത്തുനബി തിരിച്ചുപോയി. വീടിനകത്ത് കയറിയില്ല. ഫാത്തിമ ബീവിക്ക് വലിയ വിഷമമായി. ഫാത്തിമ ബീവിക്ക് സങ്കടമായി. ഇറങ്ങി ഓടി ഉപ്പാൻ്റെ പുറകിൽ ഓടി ചെന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തേ ഉപ്പ എൻ്റെ വീട്ടിൽ കയറാത്തെ? റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തേ വാപ്പ എന്നോട് പിണക്ക? ഞാൻ എന്ത് തെറ്റ് ചെയ്തു വാപ്പ? വീടിനകത്ത് കയറാതെ പോകുന്നല്ലോ, എന്തേ വാപ്പ? വാപ്പാടെ മുഖമൊക്കെ അങ്ങ് വാടിയല്ലോ, ചിരിച്ചു കൊണ്ടുവന്ന അങ്ങയുടെ മുഖമൊക്കെ വല്ലാതെ വാടിപ്പോയല്ലോ, എന്തേ ഉപ്പ സംഭവം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ, മസ്ജിദുൻ നബവിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് സ്വർണ്ണ വളയിട്ടുകൊണ്ട് നടക്കുന്നത് എങ്ങനെയാ ഫാത്തിമ? അള്ളാടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ ഫാത്തിമ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ ഫാത്തിമ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പായിക്ക് ആ വള കണ്ടത് ഇഷ്ടപ്പെട്ടില്ല. പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പൊന്നുമകളുടെ കയ്യിൽ ഒരു വള കിടക്കുന്നു. അള്ളാഹുവേ, തൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത വള. പടച്ചവനെ, അത് നിട്ട് കൊതി പോലും തീർന്നില്ല. അള്ളാടെ പള്ളി പണി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഊരി കൈ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗം മതി നബിയെ.